വിദ്യാർത്ഥി പ്രതിനിധിയായ അജാസ് മുഹമ്മദ് ഇരുന്നുണ്ട്. അജാസ്, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനം എടുക്കുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ? രണ്ടിന്റെ ഉത്തരം യെസ് എന്നാണ്. ഏത് തരത്തിൽ ഒരു സൊല്യൂഷനാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സുപ്രീം കോടതിക്ക് കാരണം സുപ്രീം കോടതിക്ക് ഇന്നലെയുള്ള നമ്മുടെ വാദത്തിൽ തന്നെ വർഷങ്ങളായിട്ട് സർക്കാർ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ വിവേചനം നേരിടുന്നുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഡെപ്തും ഗ്രാവിറ്റിയും ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, കാരണം ഇവിടെ ഒരു റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ഒരു വയലേഷൻ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ 1ാം റാങ്കും അല്ലെങ്കിൽ 10,000-കണക്കിന് റാങ്ക് നിഷേധിക്കപ്പെടുന്ന താഴോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുറപ്പായിട്ടും ബഹുമാനപ്പെട്ട ഭരണഘടന ഓരോ പൗരനും നൽകിയ ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള റൈറ്റ് ടു ഇക്വാലിറ്റി എന്നതിൻ്റെ ലംഘനമാണ്. സോ അത് സുപ്രീം കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇപ്പോൾ പ്രവേശനത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു അവസരമാണല്ലോ. അപ്പോൾ ഇത്തരം നിരവധി വിഷയങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയിൽ ഹാജരായ ഒരു അഭിഭാഷകൻ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, സമാനമായ നിരവധി വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയുണ്ട്, അവയെല്ലാം പെൻഡിങ്ങിലാണ്. അപ്പോൾ പ്രവേശന നടപടിയിലേക്കൊക്കെ പോകുന്നൊരു ഘട്ടത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇന്നലെ സംസാരിച്ചൊരു അഭിഭാഷകൻ പറഞ്ഞത്. അതിനോട് യോജിക്കുന്നില്ല? അല്ല, ഇതിൽ ശരിക്കും ഇതായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാടെങ്കിൽ ഈ സെയിം നിലപാട് ഹൈക്കോടതിക്കും എടുത്താൽ മതിയായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഒട്ടും ഈ ഒരു എന്താ പറയുക ലോ ആൻഡ് ഓർഡറിൽ പ്രാവീണ്യമുള്ള ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ഒരു സംശയമാണ്, ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതിയുടെ തീരുമാനമെങ്കിൽ ഹൈക്കോടതിയുടെ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോളൂ. ഇപ്പൊ ഇന്ന് 11 മണിക്ക് നമുക്ക് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട പ്രവേശനത്തിന്റെ ആദ്യഘട്ട നടപടികൾ ആരംഭിക്കുകയാണ്. നാളെ അലക്വേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ സമയക്കുറവ് ഒരു പ്രശ്നമാണ്. അത് തെറ്റാണ്. അതായത് ഇന്ന് 11 മണിക്ക് അവസാനിക്കേണ്ടിയിരുന്ന അലോട്ട്മെന്റ് 18-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം മാത്രമേ അലോട്ട്മെന്റ് നടപടികളിലേക്ക് പോകുള്ളൂ. 2 ദിവസം കൂടെ അധിക സമയം കിട്ടുന്നുണ്ട്.